നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 611th day. Today, Pradhama Skanda 4th chapter 3rd ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 611 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്യേന ഹേതുനാ കുതഃ സംചോദിതഃ കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ പ്രവർത്തേയം സ്ഥാനേ വാക്യേന ഹേതുനാ കുതഃ സംചോദിതഃ കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കസ്മിൻ യുഗേ ഏതു യുഗത്തിൽ, പ്രവൃത്തേയം പ്രവൃത്ത ഇതുണ്ടായി, സ്ഥാനേ സ്ഥാനത്തിൽ, കേന ഹേതുനാവ കേന ഹേതുനാവ എന്തു കാരണത്താൽ, ഇയം പ്രവർത്ത ഇതുണ്ടായി, ഇയം പ്രവർത്ത ഇതുണ്ടായി. കൃഷ്ണ മുനി വ്യാസമുനി, കൃഷ്ണ മുനി വ്യാസമുനി, കുത സംചോദിത എന്തിനാൽ പ്രേരിക്കപ്പെട്ടവനായിട്ട്, സംഹിതാം എന്ന് പറഞ്ഞാൽ സംഹിതയെ, അതായത് ശ്രീമദ് മഹാഭാഗവതത്തെ കൃതവാൻ ഉണ്ടാക്കി. അപ്പോൾ സൂതനോട് ശൗനകാദിമുനി ചോദിക്കുകയാണ്, അല്ലയോ സൂത, ഏതു യുഗത്തിൽ ഏതു സ്ഥാനത്തിൽ വെച്ച് എന്ത് കാരണത്താൽ ഈ സംഹിതയുണ്ടാക്കി? വ്യാസമഹർഷി ഈ സംഹിതയെ ഉണ്ടാക്കുവാൻ എന്താണ് കാരണം? വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതത്തെ എങ്ങനെ, എന്ത് കാരണത്താലാണ് രചിച്ചത്, എപ്പോഴാണ് രചിച്ചത്, രചിക്കുവാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ശൗനക മഹർഷി ചോദിക്കുകയാണ് സൂതനോട്. എന്ത് കാരണത്താൽ, എപ്പോൾ, എങ്ങനെ വ്യാസമഹർഷി ഈ ശ്രീമദ് മഹാഭാഗവതം രചിച്ചു? അടുത്ത ശ്ലോകത്തിലായിട്ട് വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതം രചിക്കാനുണ്ടായ കാരണങ്ങൾ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനു മുന്നേ ജിജ്ഞാസികളായിട്ടുള്ള ഈ ശൗനകാദി മഹർഷിമാർ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുകയാണ് ഇതിലേക്കൂടി. ശ്ലോകം ഒരിക്കൽ കൂടി. കസ്മിൻ യുഗേ പ്രവർത്തേയം സ്ഥാനേ വാക്യേന ഹേതുനാ കുതഃ സംചോദിതഃ കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. ഓം തത്സത്. കൃഷ്ണ മുനി എന്ന് പറഞ്ഞാൽ കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വ്യാസമഹർഷിയുടെ ആദ്യത്തെ പേര്. പിന്നീട് വേദത്തെ വ്യസിച്ചതുകൊണ്ടാണ് വ്യാസ മഹർഷി എന്ന് പേര് വന്നത്. വേദവ്യാസൻ എന്ന പേര് വന്നത് വേദങ്ങളെ പിരിച്ച് വ്യസിച്ച് പഠിക്കുവാൻ എളുപ്പമാക്കി തീർത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൃഷ്ണ മുനി എന്ന് വ്യാസമഹർഷിയെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.